അത് ഈ കേരളത്തിൽ നടന്ന സംഭവം കാണാത്ത ആൾക്കാർ ഡൽഹി പോയതാണ്. കേരളത്തിൽ ഞങ്ങൾ ഇത്രയും 610 കുടുംബങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് 4 വർഷമായി ജയിലിൽ ഇട്ടേക്കണ പോലെ ഞങ്ങൾ കിടക്കണത്. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? ഇതിനൊന്നും വന്നിട്ടില്ല. ആകെ വന്നേക്കണത് ആരാണ്? ഈ സുരേഷ് ഗോപിയാണ് ഇവിടെ ഫസ്റ്റിൽ വന്നത്. അതിക്ക് മുമ്പ് കുറച്ച് ചാനലുകൾ മാത്രം വന്നിട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ പിന്നെയാണ് ചാനലുകൾ ഇങ്ങനെ ഒഴുകി വന്നത്. സന്തോഷ് പണ്ഡിറ്റ് അവരൊക്കെ ഞങ്ങൾക്ക് ഇതിനുമായിട്ട് വന്നതിന്റെ പേരിലല്ലേ ഞങ്ങൾക്ക് ഈ ഭൂമി ഇത് ബഗബാക്ട് ഭേദഗതി വന്നത്. ഞങ്ങളുടെ സമരം കണ്ടാണ് ബഗബാക്ട് ഭേദഗതി വന്നത്. മോനമ്പം സമരം കണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടെന്ന് പറയാം. ഇപ്പൊ ഇതിനെതിരെ ഇപ്പൊ നരേന്ദ്രമോദിക്ക് എതിരെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. പുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ദൈവതുല്യനാണ്. അതായത് വനിതാ എസ്ഐന ഈ ഗർഭിണിയായ വനിതാ എസ്ഐന ഇഷ്ടയൊക്കെ ഇരിക്കണത്. ഇപ്പൊ ഇതൊന്നും അറിയാൻ പാടാത്ത ആൾക്കാരാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നേക്കണത്. ഈ 3-4 പേരോട് യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണല്ലോ വന്നേക്കണത്? അവർക്കൊന്നും അറിയാൻ പാടില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോ ഈ CJPയുടെ സമരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. ഒരു മുനമ്പം സമരത്തിന്റെ മുഖ്യധാര രീതിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? നരേന്ദ്രമോദി ഭരിക്കണത് 12 വർഷമായില്ലേ? ഒരു പാർട്ടിയും ഇത്രയും നാളും ഭരിച്ചിട്ടില്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് കലാപം ഉണ്ടായിട്ട് അടിയന്തരാവസ്ഥ വരെയും പ്രഖ്യാപിച്ചു. ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ ഒരു ഇതും കൊടുക്കാതെയാണ് അവർ ചെന്നേക്കണത്. ഞാൻ യൂട്യൂബ് വഴിയാണ്ട് ഇതൊക്കെ അറിയണത്. നമ്മ ഡൽഹിയിലൊന്നും പോയിട്ടില്ല, ഞങ്ങൾ ഈ മുനമ്പത്ത് തന്നെയാണ്. ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും ചെല്ലാൻ പാടില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇതൊന്നും പാലിക്കാതെയാണ് അവർ സമരം ചെയ്തേക്കണത്. ഇവിടുന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ KC വേണുഗോപാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ചെന്നത് ഈ സമരത്തിനായി. അതുകൂടാതെ കുറെ സിനിമയിൽ അഭിനയിക്കണ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ രഞ്ജിനി ഹരിദാസൊക്കെ അവിടെ ചെന്ന് കുറെ വീരവാദമൊക്കെ മുഴക്കം ഉണ്ടായിരുന്നു. അവര് നല്ല കാര്യങ്ങള്, ചീത്ത കാര്യങ്ങൾ കണ്ടിട്ടില്ല. നല്ല കാര്യങ്ങൾ മാത്രമാണ് അവർ പറയണത്. അതായത് നീറ്റ് പരീക്ഷ ചോർന്ന് തന്നെ ഏത് പരീക്ഷ ചോർന്നാലും ഈ പരീക്ഷ മാറ്റിവെക്കും. അത് നമ്മുടെ ഇന്ത്യയിലെ നീതി ഇതാണത്. ഇവിടെ PSC പരീക്ഷ ചോർന്നില്ലേ? മറ്റേ ശയന പ്രതീക്ഷ നടത്തി പിള്ളേര് മറ്റേ PSC പരീക്ഷ ചോർന്നിട്ട് മണ്ണ് വരുത്തുന്നു. എന്നിട്ടും അത് ഈ കേരളത്തിൽ നടന്ന സംഭവം കാണാത്ത ആൾക്കാർ ഡൽഹി പോയതാണ്. കേരളത്തിൽ ഞങ്ങൾ ഇത്രയും 610 കുടുംബങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് 4 വർഷമായി ജയിലിൽ ഇട്ടേക്കണ പോലെ ഞങ്ങൾ കിടക്കണത്. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? ഇതിനൊന്നും വന്നിട്ടില്ല. ആകെ വന്നേക്കണത് ആരാണ്? ഈ സുരേഷ് ഗോപിയാണ് ഇവിടെ ഫസ്റ്റിൽ വന്നത്. അതിക്ക് മുമ്പ് കുറച്ച് ചാനലുകൾ മാത്രം വന്നിട്ടുണ്ടായുള്ളൂ. അത് കഴിഞ്ഞ പിന്നെയാണ് ചാനലുകൾ ഇങ്ങനെ ഒഴുകി വന്നത്. സന്തോഷ് പണ്ഡിറ്റ് അവരൊക്കെ ഞങ്ങൾക്ക് ഇതിനുമായിട്ട് വന്നതിന്റെ പേരിലല്ലേ ഞങ്ങൾക്ക് ഈ ഭൂമി ഇത് ബഗബാക്ട് ഭേദഗതി വന്നത്. ഞങ്ങളുടെ സമരം കണ്ടാണ് ബഗബാക്ട് ഭേദഗതി വന്നത്. മോനമ്പം സമരം കണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടെന്ന് പറയാം. ഇപ്പൊ ഇതിനെതിരെ ഇപ്പൊ നരേന്ദ്രമോദിക്ക് എതിരെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടെന്ന് പറയാം. പുള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ദൈവതുല്യനാണ്. അതായത് ഇത്രയും കുടുംബങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരാളുടെ ഭൂമി വിൽക്കുവാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പണയം വെക്കുവാനോ സാധിക്കാത്ത ഇതായിട്ട് തീർന്നേക്കല്ലേ. അതായത് നമ്മുടെ LDF ഭരണകാലത്താണ് ഇത് അവർ എഴുതിയെടുക്കണത്. UDF ആണെങ്കിൽ വന്നിട്ടും 51-ന്റെ അന്ന് നമ്മുടെ VD സതീശനൊക്കെ വന്ന് മാതാവിനെ സാക്ഷി ആക്കി നിർത്തിയാണ് അയാൾ പോയത്. അയാള് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോ, കൊടിയേറ്റാൻ ചെല്ലുമ്പോ, പള്ളികളിലൊക്കെ ചെല്ലുമ്പോ ബൈബിളൊക്കെ പറയണേക്ക. ഈ ബൈബിൾ വചനം പറയുന്ന ആൾക്കാര്, ദൈവത്തിന് വിശ്വാസമുള്ള ആൾക്കാര് ഈ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ അവിടെ നിന്ന് ഈ മാതാവിനെ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയണത്. ഞങ്ങൾ വരുമ്പോ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ ഭാഗ്യമാണെന്നാണ് ഈ ഇത് ബക്കബ് മറ്റേ ഇത് ബക്കബ് പൊളിച്ചെഴുതാൻ പോണത്. ബക്കബ് ബോർഡ് എന്ന് വെച്ചാൽ കള്ളത്തരത്തിലൂടെ ഇവർ എഴുതിയത്. പിണറായി വിജയൻ പോണ പോക്കിൽ 8-ന്റെ പണി കൊടുത്തെന്ന് പറഞ്ഞ് VD സതീശൻ നമ്മളെ മുഖ്യമന്ത്രി. ഈ VD സതീശൻ പോണ സമയത്ത് 8-ന്റെ പണി കൊടുക്കണല്ല. ഇത് അവരൊക്കെ കൂടി വട്ടം വളഞ്ഞിരുന്ന് ആലോചിച്ച് എഴുതിയെടുത്താണ്. ആകെ 9 സിയാ മുസ്ലിങ്ങളെയാണ് ഇതിനകത്ത് ചേർത്തേക്കണത്. അതിന് നമ്മുടെ ശാലിദേവൻ സാറാണ് ഇതിന് മര്യാദക്കുള്ളൊരു കേസ് കൊടുത്തത്. ഞങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്, ഞങ്ങൾ കടലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെയാണ് ഇത് നിയമം ഇതായിട്ട് വന്നത്. കോടതിയിൽ പോയിട്ട്, സുപ്രീം കോടതിയിൽ പോയിട്ട് ഇത് ഈ ഹൈക്കോടതിയിലോട്ട് തന്നെ വീണ്ടും ഇതാക്കിയില്ലേ. ഇപ്പൊ വഖഫ് ബോർഡ് പൊളിച്ചെഴുതണ്ടേ? വഖഫ് ബോർഡ് പൊളിച്ചെഴുതി കഴിയുമ്പോൾ ഞങ്ങളുടെ സമരങ്ങളുടെ ഇതൊക്കെ ശാശ്വതവും ഞങ്ങൾക്ക് ദൈവമാണ് തുണയുള്ളത്. അതായത് ഞങ്ങ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ എവിടെ പോകാനാണ്?
ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP-യുടെ ആൾക്കാർ തന്നെയാണ്. ഷോൺ ജോർജ്, പിന്നെ നമ്മുടെ സ്റ്റാലിൻ ജയമൻ സാറ്, എടുത്തു പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോഷി മയ്യാറ്റിൽ അച്ഛൻ, അവർക്കാണ് ഞങ്ങൾക്ക് സൈഡായിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ ഇവിടെ കിടക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടറിയുന്ന ആൾക്കാരാണ് അവര്. ഈ രഞ്ജിനി ഹരിദാസിനെ പോലെ ആൾക്കാർക്കൊന്നും ഇതൊന്നും അറിയാൻ പാടില്ല. അവർ കാറിലാണ് ഇപ്പൊ ആദ്യം തന്നെ ഒരു പട്ടീന്ന് ഇവിടെ ഈ നമ്മുടെ തെരുവേട്ടികളെ കൊല്ലണമെന്നും പറഞ്ഞൊരു ഇത് വന്ന് ഇതിനൊക്കെ എതിർത്തതാരാണ്? നമ്മുടെ മേനക ഗാന്ധി, ഈ നമ്മുടെ ഇപ്പോഴത്തെ മറ്റേ എന്താ രഞ്ജിനി ഹരിദാസ്, ഇവർക്കൊക്കെ കാറി കയറി പോകുമ്പോ എന്തോരം പിള്ളേരാണ് പട്ടി അടിച്ച് കൊല്ലണത്. അതൊക്കെ കാണുന്നുണ്ട് ഇവരൊക്കെ. അവിടെ നടന്ന സംഭവം എന്നാണ് ഞാൻ യൂട്യൂബിലൂടെ കണ്ടതാണ്. ഒരു വനിതാ SIനെ, ഈ ഗർഭിണിയായ വനിതാ SIനെ ഇഷ്ടയൊക്കെ ഇരിക്കണ്. ഇപ്പൊ ഇതൊന്നും അറിയാൻ പാടാത്ത ആൾക്കാരാണ് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നേക്കണത്. ഈ 3-4 പേരോട് യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണല്ലോ വന്നേക്കണത്? അവർക്കൊന്നും അറിയാൻ പാടില്ല. വെറുതെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇത് ഡൽഹി കാണാൻ വേണ്ടി വന്ന ആൾക്കാർ വരെ അവിടെ ചെന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഭക്ഷണവും കിട്ടും, ചാപ്പാടും കിട്ടൂലേ. പക്ഷെ ഇത് 1 കിലോമീറ്റർ ചുറ്റളവിൽ പ്രധാനമന്ത്രി വസതിക്ക് മുമ്പിൽ ചെല്ലാൻ പാടില്ല. അതായത് ഈ പ്രധാനമന്ത്രിനെ വല്ലതും ചെയ്താലുള്ള ഉത്തരവാദിത്വം ഇവരെ ഏറ്റെടുക്കണം. ശരിക്കും പറയണമെങ്കിൽ ഇങ്ങനെ ചില ആൾക്കാർ വെടിവെച്ചോളാനുള്ള ഇതുവരെ ഉണ്ട്. പക്ഷെ പോലീസുകാർ അനങ്ങിയില്ല. പിന്നെ ഇപ്പൊ നിയമിട്ടുണ്ട്, ഞങ്ങൾ ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് നിയമിട്ടുണ്ടെന്നാണ് തോന്നണത്. അവരുടെ പേരിൽ കേസെടുക്കും. ഇപ്പൊ ടോവിനോ തോമസ് ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ അടുത്തിറക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ ഇത്ര സമരം നടന്നിട്ട് അറിഞ്ഞില്ലേ? മുനമ്പ സമരം ലോകം മുഴുവനും, അതായത് ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞ സമരം തന്നെയാണെന്ന് പറയാ, ലോകം മുഴുവൻ അറിഞ്ഞ സമരം തന്നെയാണെന്ന് പറയാ. ഇവരൊക്കെ എന്തിനാണ് ഈ ഡൽഹി പോയി ഇതിനകത്ത് ഇതാക്കണത്? ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം ഉണ്ടായി, ഇവരൊക്കെ തിരിഞ്ഞു നോക്കിയാ? ആരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ വേറെ നമ്മുടെ ഈ നേഴ്സുമാരുടെ സമരമുണ്ട്, ഇവരൊക്കെ ചെന്ന് നോക്കണ്ട. ഇവര് ഡൽഹിയിൽ എന്ത് അടിസ്ഥാനത്തിൽ ഇവര് പോയി? സംഗതി ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ല, ഈ നീറ്റ് പരീക്ഷയുടെ പേരിലല്ല ഇവർ ചെന്നേക്കണത്. നരേന്ദ്രമോദിനെ ചില ആൾക്കാർ പറഞ്ഞിട്ടല്ലേ കയ്യിൽ തോക്കിട്ടിയാൽ വെടിവെച്ചോളൂ എന്നൊക്കെ, അതിനൊക്കെ പണിയിട്ടിരിക്കുന്നു. ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പൊ അവരൊക്കെ നരേന്ദ്രമോദി മുണ്ടാതിരിക്കണ കാരണമല്ലേ ഇവരൊക്കെ മിക്കിട്ട് നടക്കണത്. ഈ ഇന്ദിരാഗാന്ധിയാണ് ഭരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയാണ് ഭരിക്കണമെങ്കിൽ ഇവര് എന്താണ് ചെയ്യണത്? അവര് അപ്പൊ തന്നെ വെടിവെച്ചോല്ലോ ആൾക്കാരാണ്. അവിടെ ശവങ്ങൾ വീഴാൻ വേണ്ടിയാണ് ഇവരവിടെ നടന്നത്. ഇവരുടെ ഉദ്ദേശം വേറൊന്നുമല്ല, നരേന്ദ്രമോദിനെ ഇറക്കുക. നരേന്ദ്രമോദി ഒരേ ഇത് കൊണ്ട് തന്നെ ഉണ്ട്, FCRA. ഇതെന്ന് വെച്ചാൽ ചില ആൾക്കാർ പിടിക്കണില്ല. ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണല്ലോ, അപ്പൊ താങ്കൾക്ക് എന്താണ് ഈ ഒരു FCRA വിഷയത്തിൽ തോന്നുന്നത്? കൊണ്ടുവന്നല്ല, FCRA കൊണ്ടുവരാത്തതിന്റെ പേരിലല്ലേ ഈ തീവ്രവാദികള് പൈസ ഒഴിക്കിട്ടില്ല ഇപ്പൊ അവിടെ സമരം നടന്നേക്കണത്. ഈ കോടിക്കണക്കിന് രൂപ അവർക്ക് അവിടെ നിന്ന് കിട്ടി. ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാനായിട്ട് അവർക്ക് പൈസ അവിടെ നിന്ന് കിട്ടി. പുറത്തുനിന്ന് വന്ന പൈസയാണ്. അതായത് ഈ കേരളത്തിന് ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് വന്നേക്കുന്ന പൈസയാണ്. FCRA നിരോധനം വന്നു കഴിഞ്ഞ് FCRA ഇത് നിയമം പാസ്സായാൽ ഈ പൈസകളൊന്നും ഒഴുകൂല. നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പൊ ഇതായത് STPI പിന്നെ മറ്റുള്ള സംഘടനകളൊക്കെ അവർക്കൊക്കെ പൈസ ഒന്നും ഇടിക്കുക, അവർക്കൊന്നും ഒച്ചെടുക്കാനല്ല. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കും കാണിക്കണ്ട, മനസ്സിലായ? അവരുടെ പേരിൽ പൈസ കണക്ക് കാണിക്കണ്ട. അപ്പൊ FCRA വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കണക്ക് കാണിക്കണം. ഇപ്പൊ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ നടക്കണതിന് പുറത്തുനിന്ന് കാശ് വന്നിട്ടാണ്, അല്ലാതെ ഇവിടെ നിന്ന് പൈസ ഒഴുകിയിട്ടല്ല. പിന്നെ നോട്ട് നിരോധനം വന്ന കാര്യം എന്താണ്? നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് 2 കണ്ടെയ്നർ നോട്ട് വന്നെന്നാണ് പറഞ്ഞത്, 1000-ന്റെ നോട്ട്. അതിനകത്ത് ഈ നോട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റൂല. അതായത് അതിന്റെ സീരിയൽ നമ്പർ നോക്കിയാൽ മാത്രമേ ഈ നോട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് അറിവുള്ള ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു. അതായത് അത് ബാങ്ക് നമ്മുടെ നോട്ട് കള്ളനോട്ട് വന്നതിന്റെ പേരിലാണ് നിരോധനം വന്നത്. പിന്നെ ഇത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ഭൂമി പോകാതിരിക്കാൻ വേണ്ടിയാണ് ബക്കപ്പ് ആക്ട് നിയമം ഭേദഗതി വരുത്തിയത്. സെക്ഷൻ 14 എന്ന് പറയുന്നത് ഒരു നല്ല ഭൂമി അവർ കണ്ടു കഴിഞ്ഞാല് 3 പ്രാവശ്യം ഇത് ബക്കപ്പ് എന്ന് പറഞ്ഞാൽ അത് ബക്കപ്പായി. അത് ഏത് ഒടയമ്പ്രാന്റെ ഭൂമിയാണെങ്കിലും അത് ബക്കപ്പായി. ഇപ്പൊ ഈ ബക്കപ്പ് ആക്ട് ഭേദഗതി വന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ പോകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കേസുള്ളത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. ട്രിബ്യൂണലിൽ, കോഴിക്കോട് ട്രിബ്യൂണലിലൊക്കെ കേസ് കൂടുതലുള്ളത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അവരാണ് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ പോണത്. പാവപ്പെട്ട മുസ്ലിങ്ങളുണ്ട്. ഇവര് കുറെ ഇതുണ്ടല്ല, ഷിയ, സുന്നി, ബോറ, ഗഗാനി ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ പാർട്ടിയുണ്ട്. ഈ പണക്കാരായ മുസ്ലിങ്ങൾ രക്ഷപ്പെടും. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോക്കായിരിക്കുള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലല്ലേ, ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച മുതലല്ലേ. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ രേഖകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റാത്തതിന്റെ പേരിലാണ്.
അല്ലെങ്കിൽ അവർ പണ്ട് ഇറക്കി വിട്ടേനെ ഞങ്ങളെ ഉള്ളോസറ വെച്ച് അടിച്ചേനെ ഞങ്ങളെ. ഒന്നും ചെയ്യാൻ പറ്റൂല അവർക്ക്. ഇപ്പൊ ഈ ദില്ലി സമരം, ദില്ലിയിലെ ഈ CJP സമരം, അത് ന്യായമായിട്ടുള്ള ഒരു സമരമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതിനിടയിലേക്ക് വർഗീയവാദികളും രാജ്യദ്രോഹികളും ഒഴിഞ്ഞു കയറിയെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. നമ്മ യൂട്യൂബിലൂടെ കാണുന്നില്ലല്ലേ, അവിടെ എല്ലാം യൂട്യൂബർ ഇഷ്ടന്മാരുണ്ടായിരുന്നില്ലേ. അപ്പൊ ചില തീവ്രവാദികള് അള്ളാഹു തക്ബീർ, നമുക്കറിയാൻ പാടില്ല ഈ മുസ്ലിങ്ങളുടെ ഭാഷ എന്നാണ്. അവര് അള്ളാഹു ലോകം അവസാനിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞ. ഈ പാറ്റകളുടെ സമരത്തോടുകൂടി ലോകം അവസാനിക്കാൻ പോകുന്ന ഒരാൾ പറഞ്ഞു കേട്ടില്ലേ. അതേപോലെ തന്നെ ഒരു മുസ്ലിം പറയുന്നുണ്ട്, ഒരു തോക്ക് കിട്ടിയെങ്കിൽ എല്ലാ സാധനവും നശിപ്പിച്ചളഞ്ഞത്, അതായത് നമ്മുടെ ലോകസഭാ മന്ദിരം നശിപ്പിച്ചളഞ്ഞെന്നാണ് അവർ പറയണത്. അപ്പൊ ഇത് തീവ്രവാദമല്ലേ? തീവ്രവാദികളുടെ കൂടെ മറ്റവർക്ക് പോയി നിന്നേക്കുന്നത് ഇപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും കേസ് എടുക്കണം പറയണെങ്കിലേ. ഇത് കേരളത്തിൽ നിന്ന് ഇഷ്ടംമാരെ ആൾക്കാർ പോയിട്ടുണ്ട്. അതൊക്കെ മുസ്ലിങ്ങളും നമ്മളെ സിനിമ പ്രവർത്തകരുമാണ് കൂടുതലും പോയേക്കണത്. അല്ലാതെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ആരും പോയി കണ്ടില്ല.